എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഷെയർ ആയിരുന്നു ഇത്. ഇതിൽ നമുക്ക് ഇന്ന് അധികം ഷെയറിനകത്ത് നമുക്ക് ചാൻസ് തന്നില്ല. ചെറിയ ചെറിയ ചാൻസ് തരുന്നുണ്ട്. പക്ഷേങ്കിൽ ഒരു 6 ഷെയർ, നമ്മൾ 18 ഷെയർ എടുത്തതിൽ 6 ഷെയറാണ് കറക്റ്റ് നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ട്രേഡിങ് ചാൻസ് കിട്ടിയത്. പിന്നെ വേറെ ഷെയറിനകത്തൊക്കെ ചാൻസുകൾ കിട്ടി, ചെറിയ പ്രോഫിറ്റ്. നമുക്ക് നോർമൽ നമ്മൾ ബുക്ക് ചെയ്യാവുന്ന പോലെ ഒരു പ്രോഫിറ്റ് കിട്ടിയില്ല. അപ്പോൾ കുറച്ച് ഷെയർ അത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തെ നമ്മൾ എടുത്ത ഇതിലെടുത്തിരുന്നതിൽ ലെമൺ ട്രീ എന്ന് പറയുന്ന ഷെയർ. ലെമൺ ട്രീ ഓപ്പണിങ്ങിൽ തന്നെ ഈ ക്യാൻഡിൽ, ഈ ഫസ്റ്റ് ക്യാൻഡിൽ, ഒരു മിനിറ്റ്, ഈ ഫസ്റ്റ് ക്യാൻഡിൽ R1 വരെ വരുന്നുണ്ട്. നോക്കിയാൽ മതി. R1, ഇത് R1 മുകളിൽ പോയി ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അന്നേരം തന്നെ എൻ്റെ അടുത്ത് 135 എന്നത് ഒരു 127 റേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 7 രൂപ ആ ചെറിയ ഷെയറിനകത്ത് നമുക്ക് ഒരു നല്ല റീസണബിൾ പ്രോഫിറ്റ് തന്നെ അത് കാണിക്കുന്നുണ്ട്. അതിന് ശേഷം എൻജിനീയേഴ്സ് ഇന്ത്യ, എൻജിനീയേഴ്സിൻ്റെ ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിങ് വന്നു, പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം R1 പോയി ടച്ച് ചെയ്തു. R1 ഇവിടെ ടച്ച് ചെയ്യുന്നില്ല, ഇവിടെ ടച്ച് ചെയ്ത് ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മളിവിടെ എൻട്രി എടുക്കുക. ഇവിടെ എൻട്രി എടുത്ത് 208.70 ആ റേഞ്ചിലെടുത്താൽ 203, 200 ആ റേഞ്ചിലോട്ട് വന്നു. പിന്നെ ലാസ്റ്റിൽ കുറച്ച് കവറിങ് വന്നു. നമുക്കിവിടുന്ന് 208 199 ആ റേഞ്ച് വന്നതാണ്. അപ്പോൾ 8 രൂപ നമുക്ക് അതിനകത്ത് പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അതിനകത്ത് ട്രേഡ് എടുക്കാൻ പറ്റുമായിരുന്നു. അതിനുശേഷം ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസ് എന്ന് പറയുന്ന GLS, ഗ്ലെൻമാർക്ക് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. ഇവിടെ ഈ റെഡ് ക്യാൻഡിൽ മുകളിൽ അടിച്ചിട്ടുണ്ട്. അടിച്ചിന് തിരിച്ചിറങ്ങുന്ന സമയത്ത് 718 റേഞ്ച് എടുത്തായിരുന്നെങ്കിൽ 701 റേഞ്ചിലോട്ട് ഏകദേശം 17 രൂപയ്ക്ക് അടുത്ത് അത് പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ലാസ്റ്റിലത് തിരിച്ച് കയറിപ്പോയി. നമുക്ക് ഈ ചാൻസ് നല്ല രീതിയിൽ പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിനുശേഷം ബെക്ടർ ഫുഡ് എന്ന് പറയുന്ന ഷെയർ, വെക്ടർ ഫുഡ് ഓപ്പണിങ്ങിൽ ഇന്ന് മാർക്കറ്റ് നല്ല ഡൗൺ ട്രെൻഡിലായിരുന്നു ഫുൾ ടൈം. അപ്പോൾ നോർമൽ നമ്മൾ എടുത്ത ഷെയറുകളെല്ലാം ഓൾമോസ്റ്റ് ഡൗണിലായിരിക്കും ഓപ്പൺ ചെയ്തത്. 4-5 അതുകൊണ്ടാണ് നമുക്കിന്ന് ഷെയർ അധികം കിട്ടാഞ്ഞത്. ഇത് ഓപ്പണിങ്ങിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി 1224 റേഞ്ചിൽ ഒരു എൻട്രി എടുത്തായിരുന്നെങ്കിൽ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ 1174 വരെ വന്നു. അപ്പോൾ ഏകദേശം 47-48 രൂപ പ്രോഫിറ്റ് ഷെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കയറിയിട്ടില്ല. ബെക്ടർ ഫുഡ്, പിന്നെ മാക്സ് ഇൻഡസ്ട്രീസ്, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. അതിനുശേഷം R1 മുകളിൽ പോയി താഴെ ഇറങ്ങി 220 റേഞ്ചിൽ എടുത്തായിരുന്നെങ്കിൽ ഒരു 216 റേഞ്ച് നമുക്ക് വരുന്നുണ്ട് പ്രോഫിറ്റ്. 4 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് തിരിച്ച് അവിടെ ബുക്ക് ചെയ്തില്ലെങ്കിൽ ഇത് തിരിച്ച് ഈ ഹൈ 224, നമ്മൾ 220 എടുത്ത 4 രൂപ സ്റ്റോപ്പ് ലോസ് പോയാൽ നമുക്ക് പിന്നെ നോക്കേണ്ടത് ഈ ലെവൽ, അടുത്ത ലെവലിന് മുകളിൽ പോകുന്നോ അതല്ലെങ്കിൽ ഈ ലെവൽ തിരിച്ച് കട്ട് ചെയ്യുന്നോ എന്നൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഇത് അടുത്ത ലെവൽ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് നമ്മളിവിടെ എൻട്രി എടുത്തായിരുന്നെങ്കിൽ ഒരു 232 റേഞ്ചിൽ എടുത്തായിരുന്നെങ്കിൽ 215 വരെ വന്നു. ഇവിടെ പ്രോഫിറ്റ് 4 രൂപ ബുക്ക് ചെയ്യാൻ പറ്റും. അഥവാ ബുക്ക് ചെയ്തില്ലാത്തവർക്ക് രണ്ടാം എൻട്രിയിൽ ഇവിടെ 4 രൂപ പോയാലും ഇവിടുന്ന് ഏകദേശം
17 രൂപ ഇവിടെ പ്രോഫിറ്റ് വരുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റ് വീണ്ടും അത് കയറി മുകളിൽ പോയി. പിന്നെ നമുക്ക് തന്ന BPL എന്ന് പറയുന്ന ഷെയർ, ബെൻസാലി എൻജിനീയറിങ്. ഇത് പ്രീവിയസ് ഡേ ഹൈ 114.90. പ്രീവിയസ് ഡേ ഹൈ 115 115, പക്ഷേ 114.90 വരെ വന്നു. അവിടെ നമുക്ക് എൻട്രി എടുക്കാം, കുഴപ്പമില്ല. 114 അവിടെ എടുത്തായിരുന്നെങ്കിൽ ഒരു 111.80 ആ റേഞ്ചിലൊക്കെ വലിയ ബെനിഫിറ്റ് ഇല്ല, 3 രൂപ പ്രോഫിറ്റിൽ ഇങ്ങനെയുണ്ട്. പിന്നെ സ്പാർക്ക് എന്നൊക്കെ പറഞ്ഞ ഷെയറാണ്, പക്ഷേ എങ്കിൽ അത് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു ഇന്ന്. അപ്പോൾ അതിനകത്ത് കൂടുതലും ആൾക്കാർക്ക് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇവിടെ ഇറങ്ങിയ സമയത്ത് 30-40 റേഞ്ച്, ഈ റേഞ്ചിൽ എൻട്രി എടുത്ത് ഏകദേശം 340 339 റേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ റേഞ്ചിൽ എൻട്രി എടുത്ത് 1000 ഷെയർ ഇവിടെ കവർ ചെയ്ത് ഏകദേശം 6000 രൂപ അതിനകത്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയായിരുന്നു. അതിനുശേഷം പിന്നീട് വൺ സൈഡ് മുന്നേ ഒരു ചാൻസ് പോലും തരുന്നില്ല നമുക്ക്. പിന്നെ അത് ചാൻസ് വന്നത് ഈ R3 മുകളിൽ പോയിട്ട് തിരിച്ചിവിടെ ഇറങ്ങിയപ്പോഴും ഇവിടെയും എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ റേഞ്ചിൽ എൻട്രി എടുത്ത് ചെറിയ ചെറിയ ട്രേഡാണ്, ഒരു 5 രൂപ 6 രൂപ ചാൻസ് കിട്ടുമ്പോൾ കവർ ചെയ്യുക. ഞാനങ്ങനെ ചെയ്തില്ല, ഞാൻ 1-2 രൂപയ്ക്ക് കവർ ചെയ്തുകൊണ്ടേയിരുന്നു. ഇതുപോലെ ഹെവി മൂവ്മെൻറ്റ് വരുമ്പോൾ അധികം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ഇത് വെച്ചിട്ട്. പക്ഷേങ്കിൽ ഈ ഷെയർ നാളെ നല്ല ചാൻസ് തരാൻ സാധ്യത കൂടുതലാണ്, സ്പാർക്ക്. പിന്നെ ഇനി നമുക്ക് നാളത്തെ ഷെയർ നോക്കാം. നാളെ നിഫ്റ്റി ഇന്ന് മൈനസ് ആയിരുന്നു 0.5%. ബാങ്ക് നിഫ്റ്റി ചെറിയതായിട്ട് 0.12%. നാളെ നമ്മൾ എടുത്തേക്കുന്നത് 23 ഷെയർ എടുത്തിട്ടുണ്ട്. 23 ഷെയറിൽ 3 ഷെയർ, ഈ 3 ഷെയർ, ഒന്ന് സന്ദേശ് എന്ന് പറയുന്ന ഷെയർ, അതിനധികം വോളിയം ഇല്ല, അപ്പോൾ അതിനകത്ത് നോക്കിയേ ചെയ്യാമോ. ഈ റേഞ്ചിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണ് ചാൻസ് എടുക്കുക. അതുപോലെ ഗ്രീൻ പ്ലൈ എന്ന് പറയുന്ന ഒരു ഷെയർ, FDC, ഇതിനകത്തെല്ലാം ഈ റേഞ്ചിൽ നിന്ന് താഴെ വരുവാണെങ്കിൽ ചാൻസ് എടുക്കുക. ബാക്കിയുള്ള ഷെയറിനകത്തെല്ലാം ഈ പ്രീവിയസ് ഡേ ഹൈ വന്നിട്ട് ഇറങ്ങുവാണെങ്കിലോ R1 R2 ഏത് റേഞ്ചാണോ വരുന്നിട്ട് ഇറങ്ങാൻ ചാൻസ് ഉള്ളത് അത് നോക്കുക. ഇതിന് നല്ല കൂടുതൽ ചാൻസ് തരാൻ സാധ്യതയുള്ളത് ഒന്ന് സ്പാർക്കാണ്. സ്പാർക്ക് എന്ന് പറയുന്ന ഷെയർ ഇതുണ്ട്, 14%. അപ്പോൾ 399 ഹൈ അടിച്ചു. ഒന്നുകിൽ ഈ ഷെയർ 400 റേഞ്ചിൽ പോയിട്ട് ഈ 399 കട്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാം. അതല്ല എങ്കിൽ ഒരു പ്രാവശ്യം എന്തായാലും ഇറങ്ങും. അതിന് ശേഷം ഈ R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിലും ഇറങ്ങിപ്പോവാം. ഇതിപ്പോൾ R1ഉം R2ഉം തമ്മിൽ നല്ല ഗ്യാപ്പുണ്ട്. അപ്പോൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ 419 ഒക്കെ വരാം. 419 420 റേഞ്ചൊക്കെ വന്നിട്ട് ഈ റേഞ്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോവും. നോക്കാം. പിന്നീട് നമുക്ക് ചാൻസ് തരാൻ സാധ്യത കൂടുതൽ വുക്കാർഡ് ഫാർമ ഇത് കണ്ടില്ലേ, അതിൻ്റെ പ്രീവിയസ് ഡേ ഹൈ R1 രണ്ടും ഏകദേശം ഒരേ സമയത്ത് ഈ റേഞ്ച് വന്നിറങ്ങുവാണെങ്കിൽ നല്ലതായിട്ട് ഇറങ്ങിപ്പോയി ഷെയർ. അതുപോലെ എൻജിനീയേഴ്സ് ഇന്ത്യ, അതിൻ്റെയും പിന്നെ ഇന്നത്തെ ഹൈയും നാളത്തെ R1ഉം തമ്മിൽ ഏകദേശം അടുത്തടുത്താണ്. ഈ 2 റേഞ്ച് വന്നിട്ട് തിരിച്ചിറങ്ങിയാൽ നല്ലതായിട്ട് ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇന്നത്തെ ഈ ആവറേജ് ട്രേഡിംഗ് പ്രൈസാണിത്. ഈ ലെവലുകൾക്ക് താഴെ പോയി കഴിഞ്ഞാൽ ഷെയർ വീക്കാവും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആ ബൈങ്ങിൻ്റെ ഒരു എഫക്റ്റ് കഴിഞ്ഞതിനത്. അപ്പം ഈ റേഞ്ച് നമുക്ക് നോക്കുകയാണെങ്കിലും ട്രേഡ് എടുക്കാം. ഇപ്പോൾ ചില ഷെയറുകളൊക്കെ ആവറേജിനടുത്തായിരിക്കും ക്ലോസിങ് വന്നേക്കുന്നത്. ഇപ്പോൾ എൻജിനീയേഴ്സ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ ക്ലോസിങ് 203.85, 203.58. ഇപ്പോൾ ഇതിന് ഒരു 206 207 പോയിട്ട് ഈ റേഞ്ച് താഴോട്ട് പോകണമെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. അതുപോലെ വേറെ ഈ ബങ്ക എന്ന് പറയുന്ന ഷെയർ, അത് തുടർച്ചയായിട്ട് അപ്പർ സർക്യൂട്ടാണ്. ഇന്നും അപ്പർ സർക്യൂട്ടിൽ നിന്ന് താഴെ പോയെങ്കിലും ലാസ്റ്റ് ടൈമിൽ കയറി വന്നു.
ഇത് നാളെ ചിലപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഇന്നത്തെ മൈനസിൽ ഓപ്പൺ ചെയ്ത് മൈനസിലോട്ട് തന്നെ പോകാനാണ് ചാൻസ്. താഴെ ഓപ്പൺ ചെയ്ത് താഴോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ ബങ്ക എന്ന് പറയുന്ന ഷെയർ. അതല്ല എങ്കിൽ ഈ 145, 151, 152 ആ റേഞ്ചിൽ അതിൻ്റെ അപ്പർ സർക്യൂട്ട് ആയിരിക്കും. 145 വന്നിട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ ചെറിയ ചാൻസ് എടുക്കാം. അതിനകത്ത് ഹെവി മൂവ്മെൻ്റ് ആണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നിട്ട്. അപ്പോൾ ഇറങ്ങുവാണെങ്കിൽ പോയി ഡൗൺ സർക്യൂട്ട് അടിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ സ്റ്റോപ്പ് ലോസ് അന്നേരം എൻട്രി എടുത്ത് അന്നേരം ഇട്ടേക്കണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഈ ഷെയറിനകത്ത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നാളത്തേനുള്ള ട്രേഡിങ്ങിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.